ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രെഡും മുട്ടയും വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ ചേരുവകൾ, അതായത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ബ്രെഡ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഞാനൊരു പീസ് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി അത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലിൽ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലപോലെ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് ആയി കിട്ടും. രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ആക്കിയെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ട് കിട്ടിയാൽ മതി കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ചെറുതായിട്ടൊരു ക്രിസ്പി പോലെ ആയി കിട്ടും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബട്ടറിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഒരു വശം ആയിട്ടുണ്ട്, നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, പെട്ടെന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു വശം കൂടി നല്ലപോലെ ആയിട്ട് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ബ്രെഡ് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ 8 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 8 എണ്ണം വെച്ചിട്ട് നമുക്ക് 4 സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും അല്ലെങ്കിൽ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാനായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റംസാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. അതായത് നമ്മൾ ബ്രെഡും മുട്ടയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തിയും കൂടെയാണ്. ഇപ്പോൾ ഇതാ ബ്രെഡൊക്കെ ഞാനിവിടെ 2 സൈഡും ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ എരിവിന് വേറെ പച്ചമുളകോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നതാണ്. ഇനി ഈ ഉപ്പും കുരുമുളക് പൊടിയും മുട്ടയും കൂടി നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 3 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് സ്നാക്സൊക്കെ വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഇനി ഗ്രേറ്റ് ചെയ്തതല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതി, അതായത് വലിയ സവാളയായിരുന്നു, അപ്പോൾ അതിൻ്റെ പകുതി ചെറുതാണെങ്കിൽ 1 ചേർത്ത് കൊടുക്കുക. ഈ ഒരു ക്യാരറ്റും ക്യാബേജും തന്നെ ചേർക്കണമെന്നില്ല കേട്ടോ. ഏതാണോ നമ്മുടെ കയ്യിലേച്ചെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഈ വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 3 മുട്ട എടുത്തിക്കണം. അപ്പോൾ അതിനനുസരിച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ചധികം തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ചേർക്കുമ്പോൾ അത് കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഈ മുട്ട തന്നെ ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പാൻ തന്നെ എടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഇപ്പോൾ ഒരു തവി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ കുറച്ച് അതുപോലെ അങ്ങനെ പരന്ന് പോകും. അപ്പോൾ ഒന്ന് ലെവലാക്കി എടുത്താൽ മതി. നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു വശം ആയിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആ വശം ഇതുപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കാം. ബ്രെഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഐറ്റംസുകൾ തയ്യാറാക്കലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് കേട്ടോ അത് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കിതാ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിന് കൂടുതൽ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്രെഡ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മയോണൈസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുവിധം കുട്ടികൾക്കൊക്കെ ഈ ഒരു മയോണൈസൊക്കെ ഇഷ്ടപ്പെടും അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൊമാറ്റോ സോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. മയോണൈസ് പിന്നെ നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നല്ലപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മുട്ടൻ്റെ പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അതായത് ഇതുപോലെ
ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ബ്രെഡിൻ്റെ പീസും കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു ബ്രെഡിൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മയോണീസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും പാടുന്ന സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കവർ ചെയ്യുക കേട്ടോ. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള ഈ ഒരു സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 3 മുട്ട വെച്ചിട്ട് 8 ബ്രെഡിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ബ്രെഡൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ പറയുമ്പോൾ അത്ര അറിയില്ല. വളരെ സിമ്പിളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.